പ്രൈസലോ അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനത്തിൽ പെന്തക്കോസ്ത് നാൾ കടന്നു വരുന്ന ആ സമയത്ത് ദൈവം യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്ത ആത്മാവിന്റെ ഒരു സ്നാനം, അഭിഷേകത്തിന്റെ കൃപയെ പകർന്നു തരേണ്ട സമയത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ഒരു നിവൃത്തിയായിരുന്നു പെന്തക്കോസ്ത് നാൾ. പെന്തക്കോസ്ത് എന്ന വാക്ക് ശരിക്കും ഗ്രീക്ക് വാക്കാണ്. 50-ാമത്തെ നാൾ, അത് പഴയ നിയമ യഹൂദന്മാർ, ഗ്രീക്ക് സംസാരിക്കുന്നവർ വാരോത്സവത്തിന് ഈ പേര് നൽകാറുണ്ട്. പെസഹ തിരുനാൾ കഴിഞ്ഞ് 50-ാമത്തെ ദിവസമാണ് യേശു കർത്താവ് തൻ്റെ മരണവും അടക്കവും ഉയർപ്പും ആ സ്വർഗാരോഹണത്തിന്റെ 50-ാം നാൾ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി കർത്താവിന്റെ സന്നിധിയിൽ വചനപ്രകാരം ഇരുന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഒന്ന് നമുക്ക് കാണാൻ കഴിയും, വെള്ളത്തിൽ മുങ്ങി യേശുവിനെ രക്ഷിതാവും നാഥനും ചക്രവർത്തിയായി സ്വന്തം നമ്മൾ ഏറ്റെടുക്കുവാനും വെള്ളത്താലുള്ള ഒരു സാക്ഷ്യം എല്ലാവരുടെ മുമ്പിൽ ഏറ്റുപറയുവാനും കർത്താവ് ഇടയാക്കുമ്പോൾ ആത്മാവിലുള്ള ഒരു സാക്ഷ്യമായിരുന്നു ആത്മസ്നാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ. ഈ ഒരു സാക്ഷ്യമാണ് അപ്പസ്തോലന്മാര് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവന്നത്. അവർ ഒന്നിച്ചു കൂടുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വചനം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്നാണ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇവയെ നാവുകൾ അവരുടെ മേലേക്ക് ആത്മാവിൽ പകരപ്പെടുവാൻ ഇടവന്നു. ഒന്ന്, ദൈവവചനം പറയുവാനുള്ള ധൈര്യവും ആത്മാവിനുള്ള ശക്തിയും അഭിഷേകത്തിന്റെ കൃപയും അവരുടെ മേലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം, അപ്പസ്തോലന്മാര് പത്രോസൊക്കെ മീൻ പിടിച്ച് നടന്ന് അറിവും ജ്ഞാനമൊക്കെ കുറഞ്ഞവരാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നു. 17-18 ഭാഷക്കാർ ഉള്ള സ്ഥലത്ത് പരിശുദ്ധാത്മാ നിറവിലൂടെ പത്രോസും കൂടെ ഉണ്ടായിരുന്നവരും ആത്മനിറവിലേക്ക് വന്നപ്പോൾ അവരുടെ ഭാഷകൾ, തന്താങ്ങളുടെ ഭാഷകളെ മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു ചെന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം, ആത്മസ്നാനത്തിലേക്ക് വന്നാൽ ഭാഷ മാറും, ജീവിതം മാറും, ദർശനം മാറും, പ്രവർത്തനം മാറും, അടയാളമുണ്ടാകും, അത്ഭുതമുണ്ടാകും, ദൈവപ്രവൃത്തി കാണാൻ കഴിയും, ഭയം മാറും, ഭീരുത്വത്തിന്റെ അവസ്ഥകളെല്ലാം നീങ്ങിപ്പോകും, ധീരതയും ശക്തിയും അഭിഷേകവും കൃപയും ആത്മാവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ആത്മപകർച്ചയിലേക്ക്, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക്, ഈ സ്വർഗാരോഹണനായ യേശുവിന്റെ 50-ാം നാളിൽ ആത്മാവിന്റെ സ്നാനത്തിന്റെ ഒരു നിവൃത്തി അവർ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ ഉണ്ടാകുമ്പോൾ, ഈ ആത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി പോകുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: കാത്തിരിക്കണം, ആഗ്രഹിക്കണം, ദാഹിക്കണം, അവന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആത്മാവ് നമ്മുടെ മധ്യേ കടന്നു വരും. പരിശുദ്ധാത്മാവ് വരാതെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരികയില്ല, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരികയില്ല, നമ്മുടെ ചിന്തയ്ക്ക് മാറ്റം വരികയില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരികയില്ല.
എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വലിയ ആത്മീയ പകർച്ച നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ആത്മസാന്നിധ്യത്തിന്റെ കൃപയിൽ നിറഞ്ഞ് യേശുവിനോട് കൂടെ നമുക്ക് ഒന്നിച്ചാകുവാൻ കർത്താവ് നമ്മുടെ മേൽ ഇടയാകണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.